ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം കൊണ്ട് അല്ലാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഉറങ്ങുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ പാലിക്കേണ്ട, അല്ലെങ്കിൽ ഉറക്കവുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യൻ പാലിക്കേണ്ട 10 അദബുകളാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. മൊത്തവും 25 അദബുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയ ആ 10 അദബുകൾ ഒന്നുകൂടി ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് അതിന്റെ തുടർന്നുള്ള ശേഷിക്കുന്ന 15 അദബുകൾ കൂടി ഇൻഷാ അല്ലാഹ് പറയാൻ ആഗ്രഹിക്കാണ്. അല്ലാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ. അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ഒന്നാമത്തെ അദബ്, നേരത്തെ ഉറങ്ങുക. ഇശാഇന് മുമ്പ് ഉറങ്ങരുത്. അത് കറാഹത്താണ്. ഇശാഇന് ശേഷം അനാവശ്യമായ സംസാരങ്ങളിൽ വ്യാപൃതരായി ഉറക്കം വൈകുകയും അരുത്. ഒന്നാമത്തെ അദബാണ്. രണ്ടാമത്തെ അദബ്, ഉറക്കം ഉണർന്ന് വിത്ർ നിസ്കരിക്കാൻ സാധ്യതയില്ലെങ്കിൽ വിത്ർ നിസ്കരിച്ചിട്ടേ ഉറങ്ങാവൂ എന്നുള്ളതാണ്. രാത്രിയിലെ അവസാനത്തെ നിസ്കാരം വിത്ർ ആവണമെന്നത് ആ സന്ദർഭത്തിൽ നമുക്ക് കരസ്ഥമാക്കാനും കഴിയുന്നതാണ്. രണ്ടാമത്തെ അദബ് അതാണ്. വിത്ർ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ അദബ്, എന്തെങ്കിലും വസിയത്തുകളൊക്കെ ഏൽപ്പിക്കേണ്ടതുണ്ട് എങ്കിൽ, എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ട് എങ്കിൽ, ആരോടെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള ഹക്കുകൾ ഉണ്ടെങ്കിൽ വസിയത്ത് എഴുതി വെക്കണം എന്നുള്ളതാണ് മൂന്നാമത്തത്. നാലാമത്തെ അദബ്, വിളക്ക് അണയ്ക്കുക. അതായത് തീ ഉപയോഗിക്കുന്ന എല്ലാ സാധ്യതകളിലും എല്ലാ കാര്യങ്ങളിലും തീയ് അഗ്നി ബന്ദ് ചെയ്യുക എന്നുള്ളത്, വിളക്കണക്കുക. അതുപോലെ തന്നെ പാത്രങ്ങൾ മൂടി വെക്കുക, വാതിലടയ്ക്കുക. കബോർഡ്, മേശയുടെ ഡാഷ്, അലമാര പോലെയുള്ളതൊന്നും തുറന്നിടാൻ പാടില്ല. അതൊക്കെ അടയ്ക്കണം. ഇതാണ് നാലാമത് നമ്മൾ ചർച്ച ചെയ്ത അദബ്. അഞ്ചാമത്തെ അദബ്, സുരക്ഷിതമല്ലാത്ത പ്രതലത്തിൽ കിടന്നുറങ്ങരുത്. ഇളകുന്ന കട്ടില് പോലെ, വീതി കുറഞ്ഞ പ്രതലം പോലെ, ഉയരത്തിൽ നിന്ന് താഴെ വീഴാൻ സാധ്യതയുള്ള സുരക്ഷിതത്വം ഇല്ലാത്ത പ്രതലത്തിൽ കിടന്നു ഉറങ്ങരുത്. അഞ്ചാമത്തെ അദബ് അതായിരുന്നു. അതാ നമ്മൾ ചർച്ച ചെയ്തത്. ആറാമത്തെ അദബ്, ഉറങ്ങുന്നതിന് മുമ്പ് കയ്യും വായും ഒക്കെ കഴുകേണ്ടതായ സാധനങ്ങൾ സ്പർശിക്കുകയോ കഴിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കഴുകിയിട്ടേ കിടക്കാവൂ എന്നുള്ളതാണ് ആറാമത്തെ അദബ്. കയ്യ് വായ പോലെയുള്ള കഴുക. ഒളുവെടുക്കൽ ഉണ്ട്, അതിന് ശേഷവുമാണെങ്കിലും ഇപ്പൊ കയ്യിൽ വൃത്തിയില്ലാത്ത സാധനങ്ങൾ എന്തെങ്കിലും പിടിക്കേണ്ടി വരികയോ സ്പർശിക്കേണ്ടി വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും കയ്യും വായും കഴുകിയിട്ട് വേണം കിടന്ന് ഉറങ്ങാൻ. ആറാമത് ചർച്ച ചെയ്ത അദബ് അതാണ്. ഏഴാമത് ചർച്ച ചെയ്ത അദബ്, ഉറങ്ങുന്നതിന് മുമ്പ് പരിപൂർണമായ ഒളുവെടുക്കണം. നിസ്കാരത്തിന് എടുക്കുന്ന അതേ ഗൗരവത്തിൽ തന്നെ എടുക്കണം എന്ന ഹദീസിലുള്ളത് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞതാണ്. ഏഴാമത്തെ അദബ് അതായിരുന്നു. എട്ടാമത് നമ്മൾ ചർച്ച ചെയ്ത അദബ്, ഉറങ്ങുന്നതിന് മുമ്പ് വിരിപ്പ് വൃത്തിയാക്കുക. ബെഡ്ഷീറ്റൊക്കെ നന്നായിട്ട് കുടഞ്ഞ്, പുതപ്പൊക്കെ ഒന്ന് കുടഞ്ഞ്, തലയണയൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് ഇട്ടിട്ട് വേണം കിടക്കാൻ. എത്ര ഫ്രഷ് ആണെങ്കിൽ പോലും അങ്ങനെ ചെയ്യണം. എട്ടാമത്തെ അദബ്, ഉറങ്ങുന്നതിന് മുമ്പ് വിരിപ്പ് വൃത്തിയാക്കുക. ഒൻപതാമത്തെ അദബ്, നഗ്നത വെളിവാക്കി നഗ്നതയോടുകൂടെ ഉറങ്ങരുത്, അല്ലെങ്കിൽ നഗ്നതയ്ക്ക് സാധ്യതയുള്ള കോലത്തിൽ കിടന്ന് ഉറങ്ങരുത്. അതാണ് ഒൻപതാമത് നമ്മൾ ചർച്ച ചെയ്ത അദബ്. പത്താമത്തെ അദബ്, കമിഴ്ന്ന് കിടക്കരുത് എന്നതാണ്. കമിഴ്ന്ന് കിടക്കരുത് എന്നുള്ളതാണ്. ഒരാള് ഉറങ്ങി തുടങ്ങി, വലം വശം ചെരിഞ്ഞ് കിബിലാക്ക് തിരിഞ്ഞു നിന്ന് തന്നെ തുടങ്ങി, പക്ഷെ അയാള് യാദൃശ്ചികമായി കമിഴ്ന്നു പോയതാണ് ഉറക്കത്തിൽ. അത് പ്രശ്നമല്ല എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ കമിഴ്ന്ന് കിടക്കരുത് എന്നതാണ് പത്താമത് നമ്മൾ ചർച്ച ചെയ്ത അദബ്. ഇനി 11ാമത്തെ അദബ്, നമ്മുടെ കുട്ടികൾക്ക് 10 വയസ്സായിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് കിടത്തരുത്, അവരെ മാറ്റി കിടത്തണം. ഭാര്യ ഭർത്താക്കന്മാര് അവരുടെ പ്രിയപ്പെട്ട മക്കളെ മാറ്റിക്കിടത്തണം, അടുത്തുനിന്ന് മാറ്റിക്കിടത്തണം. അവർക്ക് 10 വയസ്സായിട്ടുണ്ട് എങ്കിൽ കുട്ടികളെ ഒരുമിച്ച് നമ്മുടെ കൂടെ കിടത്തരുത്, മാറ്റിക്കിടത്തണം. ഇതാണ് 11ാമത്തെ അദബ്.
അത് സംബന്ധമായിട്ട് ഇമാം അബൂദാവൂദിന്റെ സുനനിൽ കാണുന്ന ഒരു ഹദീസ് പറയാം. അൻ അംർ ഇബ്നു ശുഐബ് അൻ നബീഹി അൻ ജദ്ദിഹി ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഈ ചർച്ച ഹദീസുകളിലൂടെയാണ്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, മുറൂ ഔലാദകും ബിസ്സലാത്തി വഹും അബ്നാഉ 7 സിനീൻ. 7 വയസ്സാവുമ്പോൾ കുട്ടികളോട് നിസ്കരിക്കാൻ നിങ്ങൾ കൽപ്പിക്കണം. കൽപ്പിക്ക എന്നതിന്റെ ഒരു മഫ്ഹൂമുണ്ട്, അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പ്രതികരണം, കൽപ്പനയെ കുട്ടി അനുസരിക്കണം എന്നത്. മോനെ അല്ലെങ്കിൽ മോളെ നീ നിസ്കരിക്കുക എന്ന് 7 വയസ്സുള്ള കുട്ടിയോട് പറയുമ്പോൾ കുട്ടി പോയി നിസ്കരിക്കണമെങ്കിൽ ആ കുട്ടി നിസ്കാരത്തിന്റെ പരിശീലനം 7 വയസ്സിന് മുമ്പ് അനുകരിച്ചു പഠിച്ചിരിക്കണം. അപ്പൊ 7 വയസ്സിന് മുമ്പ് കുട്ടികളെ നിസ്കാരം ശീലിപ്പിച്ചു കൊണ്ടുവരാൻ 7 വയസ്സിൽ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ കുട്ടി പോയി നിസ്കരിക്കണം. ആ ഒരു അവസ്ഥയാണ് ഇവിടെ പറഞ്ഞത്. എത്ര വയസ്സാ? 7 വയസ്സിൽ കുട്ടികളോട് നിസ്കരിക്കാൻ നിങ്ങൾ കൽപ്പിക്കണം. അതോടൊപ്പം തന്നെ പറഞ്ഞു, 10 വയസ്സായിട്ടും നിസ്കരിക്കുന്നില്ല, കൽപ്പനയ്ക്ക് ശേഷം നിസ്കരിക്കുന്നില്ലെങ്കിൽ തല്ലണം എന്നാ പറഞ്ഞത്. അപ്പൊ ഈ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞു ഉളു എടുത്തിട്ട് ഉറങ്ങുമ്പോ നിസ്കാരത്തിന്റെ ഉളു പോലെ ആവണം ഉറങ്ങുന്നതിന് മുമ്പുള്ള ഉളു എന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇതിവിടെ പറയുന്നു നിസ്കാരത്തിന് കുട്ടിയോട് കൽപ്പിക്കുന്ന അതേ പ്രായം, അതേ രീതി, അത് തന്നെ ഇനി കേട്ടോളൂ. കുട്ടികളെ കിടപ്പറയിൽ നിന്നും മാറ്റിക്കിടത്തണം, വെവ്വേറെയാക്കണം. അതും 10 വയസ്സിൽ തന്നെ വേറെ കിടത്തി 7 വയസ്സ് മുതൽ ശീലിപ്പിക്കണം. അതൊരതപാണത്. ഇവിടെ ആൺമക്കളെയും പെൺമക്കളെയും ഒരുമിച്ച് കിടത്തുന്ന വിഷയത്തിലും ഒരു മാറ്റിക്കിടത്തലിനെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. 10 വയസ്സെത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിക്കിടത്താൻ. ഒരു ബെഡ്റൂം, കൊച്ചുമക്കളല്ല ഒരു ബെഡ്റൂമിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ ബെഡ്റൂമിൽ നിന്ന് വേണ്ട, അത്രയും ധൈര്യക്കുറവുണ്ടെങ്കിൽ ബെഡേന്ന് മാറ്റിയാൽ മതി. ആ രീതിയിൽ ഒരു വേർതിരിവിന്റെ ചിത്രം അവരുടെ മനസ്സിലാ വളർന്നു വരുന്ന സമയത്ത് ആ പ്രായത്തിൽ കൊടുക്കണമെന്നാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ 11ാമത്തെ അദബ്, കുട്ടികൾക്ക് 10 വയസ്സായാൽ ഒരുമിച്ച് കിടത്തരുത് എന്നതാണ്. 12ാമത്തെ അദബ്, വലത് വശത്തിന്റെ മേൽ ചെരിഞ്ഞു കിടക്കണം. നമ്മളത് നേരത്തെ കുറച്ച് വിശദീകരിച്ച് പറഞ്ഞതാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ അതൈത മൽജഅക ഫതവല്ല വുളൂഅക ലിസ്സലാത്തി സുമ്മ ലതജഅ അലാ ശിഖ്ഖിൽ അയ്മൻ. നേരത്തെ ബുഖാരിയിലെ ഹദീസ് ഓതിയതാണ്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി തങ്ങൾ കൊടുത്ത നിർദ്ദേശം, പരിപൂർണമായ ഉളു നിസ്കാരത്തിന് വേണ്ടി നിർവഹിക്കുന്ന പോലെ തന്നെ അതേ ഗൗരവത്തിൽ ഉറങ്ങുന്നതിന് മുമ്പും ഒരു പരിപൂർണമായ ഉളു എടുത്തിട്ട് വലതുവശം ചെരിഞ്ഞ് കിടക്കണം. അപ്പോൾ അവിടെ പറയേണ്ട ഒരു കാര്യമുണ്ട്, ഖിബലക്ക് മുഖം പോകത്തക്ക രീതിയിലേക്ക് ആവണം കിടപ്പ്. പരമാവധി അങ്ങനെ തന്നെ വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. 12ാമത്തെ അദബ്, വലതുവശത്തിന് മേൽ ചെരിഞ്ഞു കിടക്കണം എന്നതാണ്, നമ്മുടെ മുമ്പ് പറഞ്ഞതാണ്. 13ാമത്തെ അദബ്, വലത് കൈക്കുമേൽ വലത് കവിള് വെച്ച് കിടക്കണം. വലത് കൈക്കുമേൽ വലത് കവിള് വെച്ച് കിടക്കണം. കവിളിൽ കൈ വരണം. നല്ല സുഖം അങ്ങനെ കിടക്കാൻ. മഹ്ദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ വഫാത്താവാൻ കിടന്ന ഒരു കിടത്തത്തെ കുറിച്ച് ഇമാം തബറാനി രേഖപ്പെടുത്തുന്നതായി കാണാം. വലതുവശത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞൊരു കിടപ്പുണ്ട്. മരണത്തിന്റെ അവസാനത്തെ പെടച്ചിൽ വേദനയിൽ പോലും ഫാത്തിമ റളിയല്ലാഹു അൻഹാ കിടപ്പ് ഒഴിവാക്കിയിട്ടില്ല. അതൊരു ആസ്വദിക്കാവുന്ന ആത്മീയാനുഭൂതിയുടെ കിടപ്പാണ്. വല്ലാത്ത ഒരു സന്തോഷം കിട്ടുന്ന ഒരു കിടപ്പാണ്. മാത്രമല്ല ശാസ്ത്രീയമായി ശരീരത്തിന് ഏറ്റവും ഗുണകരമായ കിടപ്പും അത് തന്നെയാണ്. മനുഷ്യന്റെ ഇടത് ഭാഗത്താണ് ഹൃദയം, ഒരല്പം ഇടത്തേക്ക് മാറി ആ ഭാഗത്തേക്ക് മർദ്ദം വരാതെ ആ ഭാഗത്തെ സുരക്ഷിതമാക്കുന്ന ബ്ലഡ് സർക്കുലേഷന്റെ ഏറ്റവും നല്ല മാർഗമാണ് വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കുമ്പോൾ സംഭവിക്കുന്നത്. വലിയ മർദ്ദം സംഭവിക്കാതെ, ഹൃദയത്തിന്റെ മിടിപ്പ് കൂട്ടാതെ ഈസിയായി അത് വർക്ക് ചെയ്യാൻ എളുപ്പം വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കലാണെന്ന് പല ആരോഗ്യ ലേഖനങ്ങളിലും അത് സംബന്ധമായി വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും 13ാമത്തെ അദബ്, വലത് കൈ വലത് കവിളിൽ വെച്ച് കിടക്കണമെന്നാണ് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. 14ാമത്തെ അദബ്, ദിക്റുകൾ ചൊല്ലിയിട്ട് കിടക്കണം. അങ്ങനെയൊന്നുമില്ല കേട്ടോ, കുറവാ. ദിക്റൊക്കെ നേരത്തെ ചൊല്ലിയെങ്കിലും അവസാനം വേറെ എന്തെങ്കിലും ദൃശ്യ കാഴ്ചകളിലൂടെ നമ്മൾ പൊട്ടിച്ചിരിച്ചും മറ്റും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് ഉറങ്ങിപ്പോവാ. ഒരു പാട്ട് കേട്ടോണ്ട് അങ്ങനെ ഉറങ്ങിപ്പോ. അങ്ങനെയല്ല, ദിക്റുകൾ ചൊല്ലി കിടക്കണമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി
ഇമാം അബൂ ദാവൂദിന്റെ സുനനിൽ ഒരു ഹദീസ് കാണാം. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم من قعد مقعدا لم يذكر الله فيه كانت عليه من الله الترام. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു ഇരിപ്പിടം തെരഞ്ഞെടുക്കുന്നു, അവിടെ ഇരിക്കാൻ തീരുമാനിക്കുന്നു, അല്ലാഹ് അല്ലെ ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് വേണം അവിടെ പോയി ഇരിക്കാൻ. അങ്ങനെ വേണം. ഒരു ഇരിപ്പിടം തെരഞ്ഞെടുത്ത അൽഹംദുലില്ലാഹ് ഒരു കസേര കിട്ടി അൽഹംദുലില്ലാഹ്, അങ്ങനെ ഒരു ഇരിപ്പിടം ഒന്ന് ഇരിക്കാൻ പറ്റി അൽഹംദുലില്ലാഹ് 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 അങ്ങനെ കണ്ടല്ലോ. അല്ലെങ്കിൽ അല്ലാഹ് കുറച്ചവനെ ഒരു ഇരിപ്പിടം കിട്ടി. അങ്ങനെ എന്തെങ്കിലും ഒരു ദിക്റിന്റെ ലഫ്ള് ഉച്ചരിച്ചിട്ട് വേണം ഒരു ഇരിപ്പിടത്തെ ഒരാൾ പ്രാപിക്കണം. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു പ്രധാന സുന്നത്താണത്. ഇനി കേട്ടോളൂ അങ്ങനെ ഇല്ലെങ്കിലോ ഇരിപ്പിടം സ്വീകരിച്ചു കൊടുത്ത അയാൾ അള്ളാഹുവിന്റെ ദിക്ർ ഉച്ചരിച്ചിട്ടില്ല എങ്കിൽ ആ മനുഷ്യനിൽ എന്തെങ്കിലും ഒരു സങ്കടം വരും, അയാളിൽ ഒരു വിഷമകരമായ അവസ്ഥ ഉണ്ടാവാം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ പറഞ്ഞിട്ടോ കേട്ടോ ബാക്കി ഹദീസ്. വമൻ ഇൽതജഅ മൽജഅൻ ലാ യദ്കുറുല്ലാഹ ഫീഹി കാനത് അലൈഹി മിനല്ലാഹി തിറാ. ഒരാൾ ഒരു കിടപ്പറയെ പ്രാപിച്ചു, ഇതുപോലെ അവൻ ദിക്ർ ചൊല്ലിയതേ ഇല്ല എന്നാലും അവനിലും സങ്കടം പ്രതീക്ഷിക്കാം. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടപ്പറയിലേക്ക് ഒന്നും ഓതാതെ വെറുതെ അങ്ങ് പോയി വാഴ വെട്ടിയിട്ട് വീഴുന്ന പോലെ കിടന്നുറങ്ങിയിട്ട് ഒരു കാര്യമില്ല. സങ്കടം പ്രതീക്ഷിക്കണം, നിനക്ക് എന്തെങ്കിലും വിഷമകരമായ അവസ്ഥ വരാം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ 14ാമത്തെ അദബ് ദിക്റുകൾ ചൊല്ലിക്കിടക്കണമെന്നതാണ്. എങ്കിൽ 15ാമത്തെ അദബ് പ്രത്യേകം അതിൽ പറഞ്ഞു ആയത്തുൽ കുർസി, ആമനർ റസൂല്, അതുപോലെ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇത് 4 സ്പെഷ്യലാണ്, അത് ഉറങ്ങാൻ നേരം വേണ്ടതാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളുണ്ട് കേട്ടോ. 15ാമത്തെ അദബ് പ്രത്യേകം ആയത്തുൽ കുർസി, ആമന റസൂൽ, മുഅവ്വിദാത്തായ സൂറത്തുകളൊക്കെ ഓതണം എന്നതാണ് ഉറങ്ങാൻ നേരം. പറയാതിലേക്ക് വിശദീകരിച്ചു വരാം. ഹദീസ് കേട്ടോളൂ. സ്വഹീഹുൽ ബുഖാരി. ഒരു വലിയ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. സക്കാത്തിന്റെ മുതല് സൂക്ഷിക്കാൻ വേണ്ടി അതിന് കാവൽ നിർത്തപ്പെട്ട സ്വഹാബിയായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പിശാച് മഹാനവറുകളെ പറ്റിക്കാൻ വേണ്ടി അവിടെ വേഷപ്രച്ഛന്നനായി പല പ്രാവശ്യം വന്നു. ആ സമയം കയ്യോടെ പിടിച്ചു. അയാള് ഒരു ഇൽമ പറഞ്ഞു കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ മോചിതനാക്കി. പിറ്റേ പകലിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് അങ്ങോട്ട് പറയാതെ ഇങ്ങോട്ട് ചോദ്യം ചെയ്ത്, ഇങ്ങോട്ട് സഹാബിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് പറയുകയൊക്കെ ചെയ്ത് ആ കൂട്ടത്തിൽ ഇബ്ലീസ് പഠിപ്പിച്ചു കൊടുത്ത തത്വമാണ് ഉറങ്ങാൻ നേരം ആയത്തുൽ കുർസി ഓതുക. ഇത് വലിയൊരു ഹദീസാണ്. സ്വഹീഹ് മുസ്ലിം, സ്വഹീഹുൽ ബുഖാരി ഒക്കെ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. വലിയ ഹദീസാണ്. നമ്മളത് വിശദീകരിക്കുന്നത്. നമ്മുടെ 15ാമത്തെ അദബ് ആയത്തുൽ കുർസി ഓതുക, ആമന റസൂൽ ഓതുക പോലെയുള്ളതൊക്കെ മുഅവ്വിദാത്ത് ഓതുക. അതിനോട് ഉപോത്ബലകമായ ഹദീസിന്റെ ശകലം വായിക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വക്കലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിഫ്ദി സക്കാത്തി റമളാൻ. റമളാന്റെ സക്കാത്തിന്റെ മുതലൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി റസൂൽ തന്നെ ഏൽപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എന്റെ അടുക്കൽ വേഷപ്രച്ഛന്നനായി ഇബ്ലീസ് വന്നു. ഇബ്ലീസാന്ന് മനസ്സിലായില്ല. സക്കാത്തിന്റെ ഈത്തപ്പഴവും മറ്റും ഒക്കെ അയാൾ കൈകൊണ്ട് ഇങ്ങനെ വാരിക്കോരി എടുക്കുക. കൈയോടെ ഞാൻ പിടിച്ച് നിന്നെ റസൂലുള്ളാഹിന്റെ അടുത്ത് ഞാൻ കൊണ്ടുപോകും സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ കള്ളനാണോടാ, നീ കക്കാൻ വന്നോ? അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ എന്റെ വിശപ്പോണ്ട് ചെയ്തതാ, എന്റെ അടങ്ങേറുകൊണ്ട് ഞാൻ ചെയ്തതാ, എന്നെ അവിടെ ഏൽപ്പിക്കല്ലേ എന്ന് പറഞ്ഞു. ഈ വിഷയം ഹബീബിന്റെ മുന്നിൽ ചെന്നപ്പോ ഇബ്ലീസ് പറഞ്ഞുകൊടുത്ത ഒരു തത്വവും 3ാമത്തെ പകലിൽ ഹബീബായ നബി തങ്ങളുടെ സദസ്സിൽ ചർച്ചയായി. എന്താണ്? അവിടത്തേക്ക് ഏൽപ്പിക്കപ്പെടാതിരുന്നാൽ, ഹബീബിന്റെ സന്നിധിയിൽ കൊണ്ടുപോയി എന്നെ ഏൽപ്പിക്കപ്പെടാതിരുന്നാൽ നിനക്ക് ഞാൻ ഒരു കാര്യം പഠിപ്പിച്ചു തരാം. ഫഖ്റ ആയത്തുൽ കുർസി. ഇദാ ആവൈത ഇലാ ഫിറാസിക ഫഖ്റ ആയത്തുൽ കുർസി. നിന്റെ വിരിപ്പിലേക്ക് നീ പ്രാപിക്കുന്ന നേരം ആയത്തുൽ കുർസി നീ ഓതിക്കടന്നാൽ ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിദ്. പടച്ച തമ്പുരാൻ നിനക്ക് കാവൽക്കാരനായി മഹാനായ ഒരു മലക്കിനെ ഏർപ്പാട് ചെയ്യുമത്രേ. വലാ യഖ്റുബുക ശൈത്വാൻ ഹത്താ തുസ്ബിഹ. സുബ്ഹി വരെ നിന്റെ അടുക്കലേക്ക് പിശാച് വരൂല.
ഉറങ്ങാൻ നേരം നീ ആയത്തുൽ കുർസി ഓതിക്കോ. മഹാപണ്ഡിതനായ ഹദീസിന്റെ നിവേദക പരമ്പരയിൽ ഇന്നോളം ഇത്ര കാണപ്പെടാത്ത പേര് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, പുണ്യനബിയുടെ പ്രിയപ്പെട്ട സ്വഹാബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനവറുകൾ ആദ്യമായിട്ട് കേൾക്കുന്ന അറിവാണിത്. ഉറങ്ങാൻ നേരം കിടപ്പറയിൽ ആയത്തുൽ കുർസി ഓതിക്കിടന്നാൽ പിശാച് നിന്നെ പ്രാപിക്കൂല എന്ന് ഇയാൾ പറഞ്ഞു കൊടുക്ക. അയാൾ ആരാന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ, വേഷപ്രസന്നനല്ലേ. അങ്ങനെ പറഞ്ഞതിനെ മഹാനവറുകൾ ആദ്യമായി കേട്ട അറിവാണ് ഇത്. ഹബീബിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ എല്ലാ സ്വഹാബികളും ഇങ്ങനെ വലിയൊരു ആകാംക്ഷയുള്ള ഒരു സംഭവമായിരുന്നു. എല്ലാവരും ഇങ്ങനെ കേട്ടിരിക്കുക. ഇത് കേട്ടതിന്റെ മറുപടിയിൽ പുണ്യനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വദഖക വഹുവ കദൂബ്, വാ തുറന്ന കളവ് മാത്രം പറയുന്നവനാ ഇന്നലെ നിന്റെ അടുക്കൽ വന്നത് അബൂ ഹുറൈറ. പക്ഷെ ഈ പറഞ്ഞ കാര്യത്തിൽ സത്യസന്ധനവൻ, അവൻ ഈ പറഞ്ഞത് സത്യമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയണേ അറിയണേ, ആരാ വന്നെന്നറിയോ? അതാണ് സാക്ഷാൽ ശൈത്വാൻ, ഇബ്ലീസാ വന്നത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു. സ്വഹീഹുൽ ബുഖാരി ഹദീസ് രേഖപ്പെടുത്തി. അപ്പൊ ഉറങ്ങുന്നതിന് മുമ്പ് കിടപ്പറ പ്രാപിക്കുന്നവൻ ആയത്തുൽ കുർസി ഓതണമെന്നാണ് ഈ ഹദീസ് പറഞ്ഞത്. അത് അദബിൽ നമ്മൾ എണ്ണിയതാണ്. ഇനി കാണാം ആമന റസൂൽ ഓതണോല, അതും ഹദീസിലുള്ളതാ. സ്വഹീഹുൽ ബുഖാരി അനബി മസ്ഊദ് റളിയല്ലാഹു അൻഹു അനബി മസ്ഊദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലായത്താനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ രണ്ടായത്ത് ആമന റസൂൽ അങ്ങനെ തുടങ്ങൂലോ. വിശദീകരിക്കുന്നില്ല, ഓതി നോക്കിയാൽ മതി. ആമന റസൂലു അവിടെ മുതൽ തുടങ്ങുന്ന അൽ ബഖറ അവസാനിക്കുന്ന രണ്ട് ആയത്തുകൾ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ രണ്ടായത്തുകൾ, മൻ ഖറഅ ബിഹിമാ ഫീ ലൈലത്തിൻ കഫത്താ, അത് രണ്ടെണ്ണം രാത്രി ഓതിയാൽ, ഒരാൾ ഓതിയാൽ ഒരു പിശാചിന്റെയോ ഒരു മറ്റുള്ള ശല്യങ്ങളോ അവനെ പ്രാപിക്കൂല. ഈ രണ്ട് ആയത്ത് കാവലിന് അത് തന്നെ അധികം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പിന്നെ പറഞ്ഞത് നമ്മള് മുഅവ്വിദാത്ത് ഓതണം. മുഅവ്വിദാത്ത് എന്ന് പറഞ്ഞാൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും, അത് ഓതണം കേട്ടോട്ടോ. സ്പെഷ്യലായി പറഞ്ഞ സൂറത്തുകൾ ആയത്തുകളാണിത്. ആയത്തുൽ കുർസി, ആമന റസൂലു, മുഅവ്വിദാത്ത്. ഒരു ഹദീസ് കേട്ടോളൂ. സ്വഹീഹുൽ ബുഖാരി അൻ ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ വാ ഇലാ ഫിറാസിഹി കുല്ല ലൈല, എല്ലാ രാത്രിയിലും അല്ലാഹുവിന്റെ ഹബീബ് മുടങ്ങാതെ ചെയ്ത ഒരു സുഹൃതമാണിത്. അവിടുത്തെ കിടപ്പറയുടെ ഏറ്റവും ലാസ്റ്റ് ടൈമിൽ അവിടുന്ന് ജമഅ കഫൈഹി, കൈ ഇങ്ങനെ കൂട്ടിപ്പിടിക്കും. എന്നിട്ടോ സുമ്മ നഫസ ഫീഹിമാ, അതിൽ ഊതാറുണ്ട്. എന്താ ഓതാ? ഫഖറഅ ഫീഹിമാ, അല്ലാഹുവിന്റെ ഹബീബ് ഓതാറ് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ മൂന്ന് സൂറത്തും ഓതും. ഓതിയിട്ടോ കയ്യിലൂതും. സുമ്മ യംസഹു ബിഹിമാ മസ്തത്വഅ മിൻ ജസദിഹി, അവിടുത്തെ കൈ എവിടൊക്കെ എത്തുന്നോ അവിടെ ഒക്കെ ഈ കൈ ഊതിയ കൈ ഇങ്ങനെ തടവും തലോടും. ഒരു വട്ടട്ട പോതിയത്. എന്നിട്ട് വീണ്ടും അവിടുന്ന് ഇങ്ങനെ കൂട്ടിപ്പിടിക്കും. അവിടുന്ന് തടവി തുടങ്ങുന്നത് അവിടുത്തെ തല മുഖം അവിടം കൊണ്ടാണ് തുടങ്ങുന്നത്. അവിടുന്ന് ഇങ്ങനെ താഴേക്ക് തുടങ്ങി കാലിന്റെ പെരുവിരൽ ഉള്ളം കാല് വരെയൊക്കെ തടവും. അങ്ങനെ കൈ ഇവിടെ കൂടിക്കുക. പിന്നെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കും. അങ്ങനെ പിന്നെയും ചൊല്ലും ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. എന്നിട്ട് കയ്യിൽ ഇങ്ങനെ ഒരു വട്ടം ഊതും. ഊതിയിട്ട വീണ്ടും തടവും. അങ്ങനെ 3 വട്ടം ഹബീബ് ഉറങ്ങുന്നതിന് മുമ്പ്. എത്രത്തോളം ബുഖാരിയിലെ മറ്റൊരു റിവായത്തിൽ കാണാം, വഫാത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ടൈമിലും അവിടെ നിന്ന് ഇങ്ങനെ ചെയ്യേണ്ടി വന്നിരുന്നു. അന്ന് ഞാൻ ചെയ്തു കൊടുത്തു. തടവാൻ നേരം എന്റെ കയ്യിലല്ല ഊതിയത്, എന്റെ കയ്യിനേക്കാളും ബറക്കത്ത് ഹബീബിന്റെ കയ്യിനല്ലേ എന്ന് വെച്ച് അവിടുത്തെ കൈ കൊണ്ട് തന്നെ എത്തുന്നോടത്തോളം ഞാൻ തന്നെ എത്തിച്ച് തടവി കുടിപ്പിച്ചു. അവിടുത്തെ കൈ പിടിച്ചുകൊണ്ടെന്ന് സയ്യിദത്തുനാ വ ഉമ്മുനാ ആയിഷ. ഇമാം ബുഖാരി ഇവിടുത്തെ സ്വഹീഹുൽ ഹദീസും പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? 15ാമത്തെ അദബ് ആയത്തുൽ കുർസി, ആമന റസൂൽ, മുഅവ്വിദാത്തിന്റെ 3 സൂറത്തുകൾ ഓതിയിട്ട് പ്രത്യേകം അത് ഓതണം. ഇനി കേട്ടോളൂ, തസ്ബീഹും തഹ്മീദും തക്ബീറും ചൊല്ലലും സുന്നത്താണ്. അത് ക്ഷീണം മാറ്റാൻ വേണ്ടിട്ട്. എപ്പോഴേ ഉറങ്ങാൻ വരല് മിക്കവാറും രാത്രി ആയിരിക്കുമല്ലോ. പകൽ മുഴുവനും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ തിരക്കും ജോലിയും കഷ്ടപ്പാടും അധ്വാനവും ഒക്കെ ഉണ്ട്. ആ ക്ഷീണം മാറ്റാൻ സ്പെഷ്യലാണ് ഈ 3 ദിക്ർ.
ശരീരത്തിന് എത്ര കടുപ്പമുള്ള ജോലി ചെയ്താലും അതിന്റെ ക്ഷീണം രാത്രിയിലെ ഉറക്കത്തോടുകൂടെ മാറും. അതിനുവേണ്ടി റസൂലുള്ളാഹി പ്രത്യേകം പറഞ്ഞ 3 ദിക്റാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അതിന്റെ എണ്ണം ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ നിസ്കാരത്തിന് ശേഷം ചെല്ലാറുണ്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അവിടെ പറഞ്ഞ എണ്ണം പോലെയല്ല, അവിടെ എല്ലാം 33 പറഞ്ഞിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇതിന്റെ എണ്ണം നോക്കിക്കോ. ഇത് ഉറങ്ങാൻ നേരം സ്പെഷ്യലായി 3 ദിക്ർ. എത്ര വലിയ കഠിനാധ്വാനത്തിന്റെ ക്ഷീണവും പ്രത്യേകിച്ച് അടുക്കള ജോലിയുടെ ഭാരം വഹിക്കുന്ന സഹോദരിമാർക്ക് ഇതൊരു ആശ്വാസം. വൈകുന്നേരം ആകുമ്പോൾ കാലുവേദന, നടുവേദന, പുറം വേദന, ശരീരത്തിലില്ലാത്ത അസുഖങ്ങളില്ല. ഇത് പതിവാക്കിക്കോ, എല്ലാ അസുഖവും കടന്നു പോകും. ഹദീസ് ഞാൻ വായിക്കാം, വിശദീകരിക്കുന്നില്ല. 16ാമത്തെ അദബ് തസ്ബീഹും തഹ്മീദും തക്ബീറും ചൊല്ലണം. അത് പ്രത്യേകം കേട്ടോ. ഹദീസ് സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇസ്തഖത മാ തൽഖാ മിനർ റഹാ മിമ്മാ തത്ഹാനു. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഒരു ആസുകല്ല് ഉണ്ടായിരുന്നു. ഗോതമ്പ് ഇങ്ങനെ മാവ് ആട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസുകല്ല്, വലിയൊരു കല്ല്, നല്ല വെയിറ്റ് ആണത്, നല്ല ഭാരമുള്ള കല്ല്. ആ മിനുസുള്ള വെളുത്ത കൈയിന്റെ തഴമ്പില്ലാത്ത ഭാഗം ഈ ആസുകല്ലിന്റെ പിടിയിൽ അമർത്തി പിടിച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കൊണ്ടുവന്നപ്പോ കൈക്ക് ഇങ്ങനെ തഴമ്പൊക്കെ പൊട്ടി. ആ കൈയിന്റെ മനോഹാരിതയിൽ തഴമ്പ് പൊട്ടിയതിന്റെ ചോര കളറുണ്ട്. വലിയ വേദനയും നീറ്റലും പുകച്ചിലും ഒക്കെ ഉണ്ട്. ഈ കയ്യും വെച്ചിട്ട് വേണമെങ്കിൽ വീട്ടിലെ പണി മുഴുവൻ ചെയ്യാം. ഫാത്തിമ റളിയല്ലാഹു അൻഹ അങ്ങനെ അറിഞ്ഞു. ഫബലഗഹാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തിയ ബിസബീൻ. ഒരു യുദ്ധം കഴിഞ്ഞതിന്റെ പേരിൽ കിട്ടിയ കുറച്ച് അടിമ തൊഴിലാളികളെ മുത്തനബിയുടെ കസ്റ്റഡിയിലുണ്ട്. അവർ പല വീടുകളിലും സഹായത്തിന് പോകുന്നതായി അറിഞ്ഞു. എന്നാ എന്റെ വീട്ടിലേക്കും ഒരാളെ സഹായത്തിന് കിട്ടിയ, എന്റെ കയ്യിന്റെ മുറിവൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുന്നവർ ഒരാളൊരു സഹായത്തിന് കിട്ടിയാലോ. ഹബീബായ നബിയുടെ അടുക്കലേക്ക് ചെന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ചെന്നപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഹബീബിനെ കണ്ടില്ല. വിവരം മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുന്ന് പോന്നു. ഹബീബായ നബി തങ്ങൾ പിന്നതാ വന്ന് ചേരുകയാ. ഫാജാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ വന്നപ്പോ ആയിഷ ബിയോട് ചോദിച്ച വിശേഷങ്ങൾ. ഒന്നുമില്ല, ഫാത്തിമ മോൾ ഇവിടെ വന്നിരുന്നു. ഫദക്കറത് ദാലിക ആയിഷത്തു റളിയല്ലാഹു അൻഹ ലഹു. പുണ്യ നബിയോട് ഫാത്തിമ ബീവി വന്ന് പറഞ്ഞ വിശേഷങ്ങളും വിഷമങ്ങളും ഒക്കെ അങ്ങോട്ട് പറഞ്ഞു. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒന്നും പ്രതികരിച്ചില്ല. പകലാണ് സംഭവം നടന്നത്. രാത്രി ആയപ്പോ ഞാനും അലിയും കിടപ്പറയിലേക്ക് പ്രവേശിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബ് അങ്ങോട്ട് കടന്നു വന്ന് ഞങ്ങൾ രണ്ടുപേരും കട്ടിലിൽ ഇരിക്കുന്നു. അവിടുന്ന് പ്രിയപ്പെട്ട ഉപ്പ കടന്നു വന്നപ്പോൾ, ഹബീബ് കടന്നു വന്നപ്പോൾ ഞങ്ങൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു, ആലാ മക്കാനിക്കുമാ, അവിടെ ഇരിക്കാൻ പറഞ്ഞു. എണിക്കണ്ട അവിടെ ഇരിക്കണം. ഞങ്ങൾ രണ്ടുപേരുടെയും ഇടയിൽ ഒരാൾക്ക് ഇരിക്കാൻ ഇടമുണ്ട്. രണ്ടുപേരുടെയും ഇടയിൽ ആ കിടപ്പറയിൽ അള്ളാന്റെ ഹബീബ് വന്നിരുന്നു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവരോട്, ഞങ്ങളോട് രണ്ടുപേരോടും കൂടി പറഞ്ഞു, പകല് മുഴുവൻ കഠിനാധ്വാനം ചെയ്യുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോടും പകല് മുഴുവൻ അടുക്കളയിൽ മല്ലടിക്കുന്ന ആസുകല്ലിൽ ഗോതമ്പിന്റെ മാവ് ആട്ടിയതിന്റെ പേരിൽ കൈത്തണ്ടിൽ തഴമ്പ് പൊട്ടി രക്തം തളം കെട്ടി നിൽക്കുന്ന പൊന്നുമോളോടും കൂടി ഇരുവരുടെയും ഇടയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, അലാ ദുല്ലുകുമാ അലാ ഖൈരിൻ മിമ്മാ സഅൽതുമാഹു. നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ട് വീട്ടിൽ വന്ന് ചോദിച്ചു പോയില്ലേ ഒരു ജോലിക്കാരനെ ഏർപ്പാട് ചെയ്തു തരാൻ? അതിലും ഖൈറായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഒരു ജോലിക്കാരനെ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും ഗുണകരമായ കാര്യം, ആരോഗ്യദായകമായ ഒരു കാര്യം അത് പറഞ്ഞുതരാം. മറ്റൊന്നുമല്ല, ഈ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇദാ അഖത്തുമ മദാജിഅകുമാ, നിങ്ങൾ ഉറങ്ങാൻ കിടപ്പറയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യണം 34 പ്രാവശ്യം അല്ലാഹു അക്ബർ ചൊല്ലണം. ആദ്യം പറഞ്ഞ ദിക്ർ അല്ലാഹു അക്ബർ ആണ് കേട്ടോ. നമ്മൾ സാധാരണ നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ആണ്. എല്ലാം 33. ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് അല്ലാഹു അക്ബർ ആണ്. അത് എത്ര പ്രാവശ്യമാണ്? 34 പ്രാവശ്യം. 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. പിന്നെയോ വഹ്മദാ 33, 33 അൽഹംദുലില്ലാഹ്, വസബ്ബിഹാ 33, സുബ്ഹാനല്ലാഹും 33 അല്ലാഹു അക്ബർ കൊണ്ട് തുടങ്ങണം. അത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, അത് കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ്,
അല്ലാഹു അക്ബറിന്റെ എണ്ണം 34, അൽഹംദുലില്ലയുടെ എണ്ണം 33, സുബ്ഹാനല്ലാഹയുടെ എണ്ണവും 33. ഫൈനദാലിക, ഇങ്ങനെ കിടപ്പറയിൽ കിടക്കാൻ നേരം ചൊല്ലിപ്പോന്നാൽ ശരീരത്തിന്റെ ക്ഷീണവും മുറിവും എല്ലാ ക്ലേശങ്ങളും മാറാൻ ഒരു സഹായി വന്നുകൊണ്ട് കുടുംബത്തിൽ വേല ചെയ്തു തരുന്നതിനേക്കാളും ഫഇന്നദാലിക ഖൈറുൽ ലകുമാ മിമ്മാ സഅൽതുമാ, നിങ്ങൾ ചോദിച്ചതിനേക്കാളും ഗുണം ഈ ദിക്ർ ചൊല്ലിയാൽ മതി. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഞാൻ വിശദീകരിക്കുന്നില്ല, ഇനി കേട്ടോളൂ. കിടപ്പറയിലേക്ക് പോകുന്ന ആള് ശ്രദ്ധിക്കേണ്ട 17ാമത്തെ അദബ്, സൂറത്തുകളോതി, ആയത്തുകളോതി, ദിക്റുകൾ ചൊല്ലി ഇനിയുള്ളത് ചെറിയ ചെറിയ ദുആകളുണ്ട്, അത് പഠിച്ചു വെക്കണം. ആ ദുആകൾ ചൊല്ലലാണ്. കേട്ടോളൂ, ഞാൻ വേഗം പറയാം. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ജാഅ അഹദുകും ഫിറാശഹു ഫലൻഫുദ് ബിസനിഖത്തി തൗബിഹി 3 മറات. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഒരാൾ കിടപ്പറയിലേക്ക് ചെന്നാൽ ബെഡ്ഷീറ്റും മറ്റുമൊക്കെ 3 വട്ടം തട്ടിക്കൊടയണം. 3 വട്ടം ഈ ഹദീസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അവൻ കിടക്കാൻ നേരം ചൊല്ലേണ്ട ഒരു പ്രത്യേക ദിക്റുണ്ട്. വല്ലഖുൽ, പിന്നെ ചൊല്ലേണ്ട പ്രത്യേക ദിക്ർ ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫഗ്ഫിർ ലഹാ വഇൻ അർസൽതഹാ ഫഹ്ഫൾഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ. അല്ലാഹുവേ, നിന്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് ഞാൻ എന്റെ ശരീരത്തെ ഈ ബെഡിൽ വെക്കാണ്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഉയർത്തുകയും ചെയ്യും. ഈ രാത്രി എങ്ങാനും നീ എന്റെ റൂഹ് പിടിക്കുകയാണെങ്കിൽ ഫഗ്ഫിർ ലഹാ, നീ പൊറുക്കണേ അല്ലാ. അതല്ല, നേരം വെളുത്ത് എനിക്ക് ജീവിക്കാൻ വീണ്ടും നീ അവസരം തരാണെങ്കിൽ ഈ ശരീരത്തെ നീ കാക്കണേ അല്ലാ. നിന്റെ ഇഷ്ടദാസന്മാർക്ക് നീ കാവല് കൊടുത്തില്ല. കാവല് ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ, ആ കാവൽ എനിക്കും തരണേ. ഈ ദിക്ർ, ഇതാണ് ദിക്റിന്റെ അർത്ഥം. ഒന്നുകൂടി പറയാൻ, ദിക്ർ ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫഗ്ഫിർ ലഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. സഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മറ്റൊരു ദിക്റുണ്ട്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഉറക്കത്തിന്റെ നിർദ്ദേശങ്ങളുടെ പഴയ ഹദീസ് നമ്മൾ 2-3 പ്രാവശ്യം പറഞ്ഞു. അതിന്റെ ബാക്കിയിൽ കാണാം, സഹീഹുൽ ബുഖാരി തന്നെ അതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് മഹാനവറുകളോട് ഉറക്കത്തിന്റെ മര്യാദ പറഞ്ഞോടത്ത് റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിസ്കാരത്തിന്റേത് പോലെയുള്ള ഉളൂ തന്നെ എടുക്കണം, വലം വശം ചെരിഞ്ഞു കിടക്കണം. എന്നിട്ട് ചൊല്ലേണ്ട അവിടെ പറഞ്ഞ ദിക്ർ, മഹാനവറുകളിലൂടെ പഠിപ്പിച്ച ദിക്ർ, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വദ്തു അംരി ഇലൈക വഅൽജഅതു ലഹരി ഇലൈക റഗ്ബതൻ വറഗ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. ഈ ദിക്ർ ചൊല്ലി ഒരാൾ കിടന്നുറങ്ങി ആ ഉറക്കത്തിലെങ്ങാനും മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ മനുഷ്യൻ എല്ലാ പാപവും പൊറുത്ത ഉമ്മ പ്രസവിച്ച അവസ്ഥയിലുള്ള വിശുദ്ധിയിലാണ് മരണം പ്രാപിക്കുന്നതെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, എന്റെ നഫ്സിനെ ഞാൻ നിന്നിൽ ഏൽപ്പിക്കുന്നു, എന്റെ കാര്യങ്ങളിൽ നിന്നിലേക്ക് ഞാൻ ചേർക്കുന്നു. അല്ലാഹുവേ, ഞാൻ എന്റെ സർവസ്വവും നിന്നോടുള്ള ആഗ്രഹം കൊണ്ടും നിന്നോടുള്ള ഭയം കൊണ്ടും നിന്നിൽ അർപ്പിക്കുന്നു. അല്ലാ, ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക. നീയല്ലാതെ ഒരു സുരക്ഷിതത്വത്തിന്റെ ഒരു ആശയുടെ കേന്ദ്രമില്ല അല്ലാ. നിന്നെ കൊണ്ടും നിന്റെ കിതാബിനെ കൊണ്ടും നിന്റെ ഹബീബിനെ കൊണ്ടും ഒക്കെ ഞാൻ വിശ്വസിക്കുന്നു അല്ലാ എന്ന ഈമാന്റെ പരിപൂർണമായ ഒരു അർത്ഥമാണ് അവിടെ ഉള്ളത്. ആ രീതിയിലുള്ള ഈ ദിക്റും ചൊല്ലിയിട്ട് ഒരാൾ കിടക്കുക. അതും എല്ലാ ദിക്റും കൂടി കാണാതെ പഠിച്ച് കിടക്കല് അപ്പോഴേക്കും കുറെ സമയം പോകും. അത്യാവശ്യം ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇത് ഒരുപാട് സമയമൊന്നും എടുക്കുന്ന ദിക്റുകളല്ല. ഇനി മറ്റൊരു ദിക്ർ കാണാം, അത് ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു ദിക്ർ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ദിക്ർ. ഉറങ്ങാൻ നേരം പറയണം, ബിസ്മിക അമൂതു വഅഹ്യാ, എന്തെങ്കിലും പറഞ്ഞിട്ട് കിടക്കണം. ബിസ്മിക അമൂതു വഅഹ്യാ, നിന്റെ നാമം കൊണ്ട് ഞാൻ മരിക്കുന്നു, നിന്റെ നാമം കൊണ്ട് ഞാൻ ജീവിക്കുന്നു. അതായത് ഉറക്കത്തെ ഒരു മരണം പോലെ കാണുന്ന ഒരു അവതരണമാണ് ഇവിടെ ഉള്ളത്. അതാണ് ഉറങ്ങാൻ നേരത്ത് ഒരാൾ ശ്രദ്ധിക്കേണ്ടത്.
പിന്നെയുണ്ട് മറ്റൊരു ദിക്റും കൂടി കാണാം, 3 വട്ടം ചൊല്ലേണ്ട ഒരു ദിക്റ്. അത് മഹദിയായ ഹഫ്സ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതായും അത് ഇമാം അബൂദാവൂദിന്റെ സുനനിലുണ്ട്. 3 വട്ടം ചൊല്ലണം ദിക്ർ. ഹഫ്സ റളിയല്ലാഹു അൻഹയോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വലത് കൈയൊക്കെ ഇങ്ങനെ കവിളിൽ വെച്ച് കിടന്ന് ഉറങ്ങാൻ നേരം അവസാനം ചൊല്ലി കിടക്കേണ്ട ദിക്ർ അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തബ്അസു ഇബാദക. പടച്ചോനെ, നാളെ പരലോകത്ത് സംഭവിക്കാൻ പോകുന്ന നിന്റെ അദാബുകളിൽ നിന്നും കാവൽ നൽകണേ എന്നുള്ള ഒരു ദിക്റാണ്. അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തബ്അസു ഇബാദക, അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തബ്അസു ഇബാദക. സയ്യിദുനാ റസൂലുള്ളാഹി ഇമാം അബൂദാവൂദിന്റെ സുനനിലെ ഹദീസ് കാണാൻ ഞാൻ വിശദീകരിക്കുന്നില്ല. ഉറങ്ങുന്നതിന്റെ അടുത്ത അദബ് 18ാമത്തെ അദബ്, ഉറക്കത്തിൽ ഭയപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ദുആ ഉണ്ട്. ഉറക്കത്തിൽ ഭയം, നല്ല പേടിപ്പിക്കുന്ന ഒരു സ്വപ്നം കൊണ്ട് ഭയന്നു, എന്നാൽ ആ മനുഷ്യനൊരു ദുആ സുന്നത്താണ്. ഹബീബ് പഠിപ്പിച്ചല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് ഇമാം തുർമുദിയുടെ ജാമിഉൽ കാണാം. മഹാനായ അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിതാക്കളിലൂടെ ഉദ്ധരിക്കുന്ന ഹദീസാണിത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഉറക്കത്തിൽ കിടന്ന് ഭയന്നു കഴിഞ്ഞാൽ അവൻ 3 വട്ടം പറയണം, അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ ഗളബിഹി വഇഖാബിഹി വശർരി ഇബാദിഹി വമിൻ ഹമസാത്തിശ് ശയാത്തീൻ വഅൻ യഹ്ദുറൂൻ. പടച്ചോനെ, നിന്റെ കലിമാത്ത് താമാത്തുകളെ മുൻനിർത്തി ചോദിക്കുകയാണ്, നിന്റെ ശിക്ഷയും നിന്റെ കോപവും നിന്റെ സൃഷ്ടികളുടെ ശർറും പിശാചിന്റെ ദുർബോധനങ്ങളും പിശാചിന്റെ സാന്നിധ്യവും ഉണ്ടാവാതെ നീ ഞങ്ങളെ കാക്കണേ. അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ ഗളബിഹി വഇഖാബിഹി വശർരി ഇബാദിഹി വമിൻ ഹമസാത്തിശ് ശയാത്തീനി വഅൻ യഹ്ദുറൂൻ ഫഇന്നഹാ ലൻ തദുറഹു. ഇത് ചൊല്ലിക്കിടന്ന ഒരു ശല്യം ഉണ്ടാവില്ല. മഹാന്മാരായ പൂർവീകരായ സ്വഹാബികൾ മുതൽക്കുള്ള ആളുകൾ അവരുടെ മക്കൾക്കൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുത്തതായും അവർ ചൊല്ലിയതായും, എത്രത്തോളം അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മക്കൾക്ക് ഇത് ഏലസ പോലെ എഴുതി കെട്ടിത്തൂക്കിയിട്ട് കൊടുത്തിരുന്നു, മാല പോലെ. അങ്ങനെയും ഇമാം തുർമുദിയുടെ ജാമിഉൽ ഈ ദിക്റിനെ കുറിച്ച് കാണാം. അപ്പൊ പേടിക്കുന്ന എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ചൊല്ലണം. ഇനി ദുസ്വപ്നം കണ്ടാലോ? ഉറക്കത്തിന്റെ അദബാണ് 19ാമത്തേത്. ദുസ്വപ്നം കണ്ടാൽ ചൊല്ലേണ്ട ദിക്ർ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു. സ്വഹീഹ് മുസ്ലിം പുണ്യനബി തങ്ങൾ പഠിപ്പിച്ചു, ഒരാൾ ഉറക്കത്തിൽ ദുസ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അല്ലാഹുവിനോട് 3 വട്ടം അഊദു ചൊല്ലണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതാണ് ചൊല്ലുന്നത് ദുസ്വപ്നം കണ്ടു 3 വട്ടം. സ്വഹീഹ് മുസ്ലിം അവിടുന്ന് പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ജാബിർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ റആ അഹദുകും റുഅ്യാ യക്റഹുഹാ, ഭയപ്പെടുന്ന വെറുപ്പുള്ള സ്വപ്നം കണ്ടാൽ ഇടത് ഭാഗത്തേക്ക് 3 വട്ടം അവൻ ആട്ടിത്തുപ്പുന്ന പോലെ അവൻ ആ സ്വപ്നത്തോട് പ്രതികരിക്കണം. അത് കഴിഞ്ഞ് 3 വട്ടം അഊദു ചൊല്ലിയിട്ട് അവൻ ഏത് വശത്തേക്കാണ് കിടന്ന് അവിടുന്ന് നേരെ തിരിഞ്ഞു ഓപ്പോസിറ്റ് കിടക്കുക. അങ്ങനെ ആ ദുസ്വപ്നത്തിൽ അവന്റെ പ്രതികരണം ഉണ്ടാവണമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രീതിയിൽ ഉറക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 19ാമത്തെ അദബ് നമുക്ക് പഠിക്കാൻ കഴിയും. ഞാൻ വിശദീകരിക്കുന്നില്ല. 20ാമത്തെ അദബ്, ഉറക്കത്തിനിടയിൽ ഉണർന്നു പോയാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഉറക്കത്തിന്റെ ഇടയിലെങ്ങാനും ഒരു ഉണർച്ച വന്ന് ഒരു 3 മണിയായപ്പോൾ എണീറ്റ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആ സമയത്ത് ഒരു ദുആ ഉണ്ടെന്ന്. ഉറക്കത്തിൽ നിന്നും ഉണർന്നു കഴിഞ്ഞാൽ ഒരു ദുആ ഉണ്ട്. ആ ദുആ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, മാ മിൻ മുസ്ലിമിൻ യബീതു അലാ ദിക്രിൻ ത്വാഹിറൻ ഫയതആറു മിനൽ ലൈലി ഫയസ്അലുല്ലാഹ ഖൈറൻ മിനദ് ദുനിയ വൽ ആഖിറ ഇല്ലാ അഅതാഹു ഇയ്യാഹു. ഒരാൾ ഉറക്കത്തിൽ നിന്നും ഉണരുന്ന നേരത്ത് ആ മനുഷ്യൻ ഇടയിലെ രാവിന്റെ പകുതിയിൽ വെച്ചിട്ട് എന്ത് ചോദിച്ചാലും അല്ലാഹു ഉത്തരം കൊടുക്കും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഉറക്കത്തിന്റെ ഇടയിൽ ഉണർച്ച വന്നു കഴിഞ്ഞാൽ അത് പാഴല്ല. ആ സമയത്ത് നമ്മൾ ദ്വാരക്കാം. ഉറക്കച്ചട ഉണ്ടാവും, എന്തുണ്ടാവും, എന്നാലും ഒന്ന് അങ്ങോട്ട് ദ്വാരന്ന ആ ദ്വാക്ക് ഇജാബത്തുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അബൂദാവൂദിന്റെ സുനനിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇനി 21ാമത്തെ അദബ്, പാതിരാവിലാണ് ഉറക്കം ഉണരുന്നത് എങ്കിൽ
2 റക്അത്ത് നിസ്കരിക്കണം എന്നുള്ളതാണ്. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഈ ഹദീസ് കാണാൻ കഴിയും. പാതിരാവിലാണ് ഉറക്കം ഉണരുന്നത് എങ്കിൽ ആ സമയത്ത് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള ഒരു സന്മനസ് കാണിച്ചാൽ തഹജ്ജുദ് പാഴാവാതെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്യാറുള്ളതായി മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട്. ഒരു വലിയ ഹദീസാണ്, ഞാനത് വായിക്കുന്നില്ല, സമയദൈർഘ്യതയെ ഭയന്നുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. അത്രത്തോളം ഉറക്കത്തിന്റെ അദബുകളിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു വലിയ അമലാണ് ഉറക്കത്തിന്റെ ഇടയിൽ ഉണർവ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഉണർവിൽ ഒരു മനുഷ്യൻ തഹജ്ജുദ് നിസ്കാരത്തെ കൊണ്ടുവരിക എന്നുള്ളത്. 22ാമത്തെ അദബ്, ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ ദിക്ർ ചൊല്ലണം. ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ അത് ഉറക്കത്തിന്റെ ചേർത്ത് പറയേണ്ട കാര്യമാണ്. ഉണർവിലേക്ക് വരുന്ന സന്ദർഭത്തിൽ തന്നെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹംദ് പറഞ്ഞുകൊണ്ട് തുടങ്ങണമെന്നാണ് പഠിപ്പിച്ചത്. അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അള്ളാഹുവെ, നീ മരിപ്പിച്ചു പിന്നെ ജീവിപ്പിച്ചു, പടച്ചോനെ നിനക്ക് സ്തുതിയാണ്, നിന്നിലേക്ക് മടക്കം എന്നുള്ള ദിക്ർ ചൊല്ലിയിട്ട് ഉറക്കിൽ നിന്നും ഉണരുക എന്നുള്ളതാണ് 22ാമത്തെ അദബ്. 23ാമത്തെ അദബ്, ഉറങ്ങി ഉണർന്നു കഴിഞ്ഞാൽ മിസ്വാക്ക് ചെയ്യണം എന്നതാണ്. ഉറങ്ങി ഉണർന്നാൽ ഹബീബായ നബി തങ്ങൾ അത് പാതിരാവിൽ ഉണരാണെങ്കിൽ പോലും മിസ്വാക്ക് ചെയ്തിരുന്നു. മഹാനായ ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ തന്നെ ഹദീസ് കാണാം. അൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഖാല കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ മിനൽ ലൈലി യസൂസു ഫാഹു ബിസ്സിവാക്ക്. അവിടുന്ന് രാത്രിയിൽ ഉറക്കമുണർന്നു കഴിഞ്ഞാൽ മിസ്വാക്ക് ചെയ്യുമായിരുന്നു. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തിയതായി കാണാം. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൂളഉ ലഹു വളുഉഹു വസിവാകുഹു ഫഇദാ ഖാമ മിനൽ ലൈലി തഖല്ലാ സുമ്മ ഇസ്തക. അബൂ ദാവൂദിന്റെ സുനനിൽ ഹദീസ് കാണാം. നബി തങ്ങൾ ഉറങ്ങാൻ നേരം അവിടുന്ന് ഇടക്ക് ഉണർന്നാൽ മിസ്വാക്ക് ചെയ്യാനുള്ളതായ ആ മിസ്വാക്കിന്റെ അറാക്ക് ബ്രഷ് പോലെയുള്ളത് അടുത്ത് വെക്കും. അതുപോലെ തന്നെ ഉണർന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഉളൂ ചെയ്യാനും മറ്റു ശുദ്ധീകരണത്തിനും വേണ്ട വെള്ളം അടുത്ത് ഉറപ്പിച്ചതിന് ശേഷം ഹബീബായ നബി തങ്ങൾ കിടന്ന് ഉറങ്ങാറുള്ളൂ. കാന ലാ യനാമു ഇല്ല വസ്സിവാഖു ഇൻദഹു ഫഇദസ്തൈഖല ബദഅ ബിസ്സിവാഖ്. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണുന്ന ഹദീസ് അങ്ങനെയാണ്. ഈ മിസ്വാക്ക് അടുത്തുണ്ടെന്ന് ഉറപ്പിക്കാതെ ഉറങ്ങാറില്ല. അത്രത്തോളം ആ ഉറക്കത്തോട് ചേർത്ത് തന്നെ മിസ്വാക്ക് ചെയ്യുക എന്ന സുന്നത്തിനെയും അവിടുത്തെ ജീവിതത്തിൽ കാണാൻ കഴിയും. 23ാമത്തെ അദബ് അതാണ്. 24ാമത്തെ അദബ്, ഉറങ്ങി ഉണർന്ന ഉടനെ ആ മനുഷ്യൻ കൈ കഴുകണം 3 വട്ടം എന്നതാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദസ്തൈഖല അഹദുകും മിൻ നൗമിഹി ഫൽയഗ്സിൽ യദഹു ഖബ്ല അൻ യുദ്ഖിലഹാ ഫീ വളുഇഹി. അവന്റെ കൈ എവിടെയാണോ രാത്രിയൊക്കെ സഞ്ചരിച്ചതെന്ന് അറിയില്ല. വിയർത്ത ഭാഗമുണ്ട്, രോഗാണു സംക്രമണത്തിന്റെ ഏറ്റവും അപകടകരമായ ഭാഗമുണ്ട്, അല്ലെങ്കിൽ വല്ല വൃത്തിയില്ലാത്തടത്തൊക്കെ സ്പർശിച്ചിട്ടുണ്ടാവാം. ആ കയ്യ് നേരം പുലർന്നാൽ ആദ്യം തന്നെ ആ കൈ കഴുകിയിട്ട് വേണം തുടങ്ങാൻ എന്ന് പുണ്യ നബി 24ാമത്തെ അദബ് ഉറക്കത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള കാര്യമാണ്. 25ാമത്തെ അദബ്, ഉറങ്ങി ഉണർന്നു കഴിഞ്ഞാൽ ഉളൂ ചെയ്ത് സുബഹി നിസ്കരിക്കുക അല്ലെങ്കിൽ നിസ്കരിക്കുക. എന്തുകൊണ്ടെന്നറിയോ? പുണ്യ നബി പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരി, അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവന്റെ നെറുകയിൽ വന്നുകൊണ്ട് പിശാച് 3 കെട്ടിടുന്നു. എന്നിട്ടോ യളിരിബു കുല്ല ഉഖദ, അതിന്റെ മുകളിൽ അവൻ അടിക്കുന്നു, എന്നിട്ട് ആശീർവദിക്കുന്നു. അലൈക ലൈലുൻ തവീൽ, ഒരുപാട് നേരം ഉറങ്ങാൻ, ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ആശീർവദിക്കുന്നു. എന്നിട്ടോ അവൻ ഉറക്കിൽ നിന്നും ഉണർന്നു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ഉറക്കിലെ ഉണർച്ച കൊണ്ട് തന്നെ 1ാമത്തെ കെട്ട് പൊട്ടുന്നു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവൻ പോയി ഉളൂ ചെയ്യുമ്പോൾ അവന്റെ 2ാമത്തെ കെട്ട് പൊട്ടുന്നു. 3ാമത്തെ കടുപ്പമുള്ള കെട്ട് പൊട്ടുന്നത് അവന്റെ നിസ്കാരം കൊണ്ടാ. അതുകൊണ്ട് ഒരു മനുഷ്യൻ സുബഹി നിസ്കാരത്തോടുകൂടെ ഉണർന്നു വരുമ്പോ പിശാചിന്റെ ബന്ധനങ്ങളെ പൊട്ടിച്ചെറിഞ്ഞു വരുന്നതിന്റെ ഉന്മേഷം ഉറക്കമുണർന്നു വരുന്നവൻ നല്ല ഉന്മേഷത്തോടെ ആവേശത്തോടുകൂടെ അവൻ പുറത്തു വരുന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അങ്ങനെ ഒരാൾക്ക് ഉണർന്നു വരാൻ പറ്റുന്നില്ല, പിശാചിന്റെ കെട്ടിൽ തന്നെ അവൻ കിടക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ ലോകമടിയനായി വളരെ വൃത്തികെട്ട കോലത്തിൽ എഴുന്നേറ്റ് വരേണ്ടി വരുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അർത്ഥത്തിൽ ഉറക്കത്തിന്റെ 25 അദബുകൾ നമ്മളുടെ മുന്നിൽ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ഒരു വട്ടവും കൂടി അദബുകൾ ഒന്ന് ഓടിച്ചു പറയാം. 1ാമത്തെ അദബ്, നേരത്തെ ഉറങ്ങാ, ഒരിക്കലും ഇശാഇന്റെ മുമ്പ് ഉറങ്ങരുത്. പിന്നെ ഇശാ കഴിഞ്ഞാൽ വലിയ വർത്തമാനങ്ങൾ കൊണ്ട് സമയം ദൈർഘ്യമാവരുത്. അതാണ് 1ാമത്തെ അദബ്.
രണ്ടാമത്തെ അദബ് ഉറക്കം ഉണർന്ന് വിത്ർ നിസ്കരിക്കാൻ പറ്റൂല എന്ന് തോന്നിയാൽ വിത്ർ നിസ്കാരം നേരത്തെ തന്നെ നിസ്കരിച്ച് സേഫ് ആവണം എന്നതാണ് രണ്ടാമത്തെ അദബ്. മൂന്നാമത്തെ അദബ് വല്ല ബാധ്യതയോ ഹക്കോ ഒക്കെ ഉണ്ടെങ്കിൽ വസിയത്ത് എഴുതി വെക്കാൻ മറക്കരുത്. നാലാമത്തെ അദബ് തീയിന്റെ സാധ്യതകളെ അണച്ചു വെക്കണം, പാത്രം മൂടണം, ഡോർ അടക്കണം എന്നുള്ളതാണ്. അഞ്ചാമത്തെ അദബ് ഒരു മനുഷ്യൻ ഉയരമുള്ള പ്രതലത്തിൽ സുരക്ഷിതമല്ലാത്ത പ്രതലത്തിൽ കിടന്നുറങ്ങി അതിനുശേഷം ഉറക്കത്തിൽ അപകടം സംഭവിക്കുന്നു എന്ന് കണ്ടാൽ അതിൽ നിന്നും ഒഴിവാവണം എന്നതാണ് അഞ്ചാമത്തെ അദബ്. ആറാമത്തെ അദബ് ഉറങ്ങുന്നതിന് മുമ്പ് കയ്യുവായ പോലെയുള്ളത് കഴുകേണ്ടതായ സാധനങ്ങൾ സ്പർശിക്കുകയോ മറ്റോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കഴുകിയിട്ട് തന്നെ കിടക്കണം എന്നുള്ളതാണ്. ഏഴാമത്തെ അദബ് ഉറങ്ങുന്നതിന് മുമ്പ് ഉളു ഉണ്ടാവണം എന്നതാണ്. എട്ടാമത്തെ അദബ് ഉറങ്ങുന്നതിന് മുമ്പ് വിരിപ്പ് വൃത്തിയാക്കണം, ഒരു 3 വട്ടെങ്കിലും തട്ടിക്കൊടയണം എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. ഒൻപതാമത്തെ അദബ് നഗ്നത വെളിവാക്കി ഉറങ്ങരുത്, നഗ്നത വെളിവാകാനുള്ള സാധ്യതകളെ ഒഴിവാക്കണം എന്നുള്ളതാണ്. പത്താമത്തെ അദബ് കമിഴ്ന്ന് കിടക്കരുത് എന്നുള്ളതാണ്. 11 കുട്ടികൾ 10 വയസ്സായാൽ ഒരുമിച്ച് കിടത്തരുത്, മാറ്റി കിടത്തണം എന്നുള്ളതാണ്. 12ാമത്തെ അദബ് വലത് വശത്തിനുമേൽ ചെരിഞ്ഞു കിടക്കണം എന്നതാണ്. 13ാമത്തേത് വലത് കൈക്കുമേൽ വലത് കവിള് വെച്ച് കിടക്കണം എന്നതാണ്. 14ാമത്തെ അദബ് ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലി തന്നെ കിടക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ദിക്റുകൾ ചൊല്ലാം. 15ാമത്തെ അദബ് അതിൽ പ്രത്യേകം ആയത്തുൽ കുർസി, ആമന റസൂലു, ഖുൽ ഹുവല്ലാഹ്, ഫലഖ്, നാസ് ഈ 5 കാര്യങ്ങളെ ഓതുന്നതിലും ചൊല്ലുന്നതിലും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. 16ാമത്തെ അദബ് തസ്ബീഹുകൾ ചൊല്ലുക എന്നതാണ്. അതായത് ആ തസ്ബീഹുകൾ തുടങ്ങേണ്ടത് അല്ലാഹു അക്ബർ 34, അൽഹംദുലില്ലാഹ് 33, സുബ്ഹാനല്ലാഹ് 33, അങ്ങനെ തസ്ബീഹുകളെ പ്രത്യേകം ഉൾപ്പെടുത്താവുന്നതാണ്. 17ാമത്തെ അദബ് ധാരാളം ദിക്റുകൾ ദുആകളൊക്കെ നമ്മൾ ഈ ഉറക്കവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുണ്ട്, അത് പരമാവധി കൊണ്ടുവരിക എന്നതാണ്. 18ാമത്തെ അദബ് ഉറക്കത്തിൽ ഭയപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ മനുഷ്യൻ എഴുന്നേറ്റിട്ട് ഉറക്കത്തിൽ ഭയക്കുന്നവൻ ചൊല്ലുന്ന അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ ഗദബിഹി വ ഇഖാബിഹി വ ശർരി ഇബാദിഹി വ മിൻ ഹമസാത്തി ശയാത്തീൻ വ അൻ യഹ്ദുറൂൻ എന്ന ദുആ ചൊല്ലലാണ്. 19ാമത്തെ അദബ് ദുസ്വപ്നം കണ്ടു കഴിഞ്ഞാൽ 3 പ്രാവശ്യം അവന്റെ ഇടതുവശത്തേക്ക് ആട്ടിത്തുപ്പുന്ന ഒരു രൂപം പ്രകടിപ്പിച്ചുകൊണ്ട് 3 വട്ടം അഊദു ചൊല്ലിയിട്ട് അവൻ വശം തെറ്റിക്കിടക്കുക എന്നുള്ളതാണ്. 20ാമത്തെ അദബ് ഉറക്കത്തിനിടയിൽ ഉണർന്നാൽ ആ സമയത്ത് ദുആക്ക് ഇജാബത്തുള്ള സമയമാണെന്ന് മനസ്സിലാക്കി ഉറക്കച്ചടയിൽ പോലും ദുആ ചെയ്യണം എന്നുള്ളതാണ്. 21ാമത്തെ അദബ് പാതി രാവിൽ ഉറക്കമുണർന്നാൽ തഹജ്ജുദ് നിസ്കരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. 22ാമത്തെ അദബ് ഉറക്കം ഉണർന്നാൽ ദിക്ർ ചൊല്ല്, ഉറക്കമുണർന്നു കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന ഹംദ് കൊണ്ട് തുടങ്ങുന്ന ദിക്റുകളുണ്ട്. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദ മാ അമാതന വ ഇലൈഹി നുശൂർ പോലെയുള്ള ദിക്റുകൾ അറ്റ്ലീസ്റ്റ് ഒരു അൽഹംദുലില്ലാഹ് എങ്കിലും പറഞ്ഞ് അവൻ ഉണരുക എന്നുള്ളതാണ് 22ാമത്തെ അദബ്. 23ാമത്തെ അദബ് ഉറങ്ങി ഉണർന്നു കഴിഞ്ഞാൽ മിസ്വാക്ക് വൈകരുത്, വേഗം ചെയ്യണം എന്നുള്ളതാണ്. 24ാമത്തെ അദബ് ഉറങ്ങി ഉണർന്നു കഴിഞ്ഞാൽ കൈകൾ രണ്ടും വൃത്തിയാക്കി കഴുകണം, വൈകരുത് എന്നതാണ്. 25ാമത്തെ അദബ് ഉറങ്ങി ഉണർന്നു കഴിഞ്ഞാൽ ഉളു ചെയ്ത് നിസ്കരിക്കാൻ വൈകല്ലേ, പിശാചിന്റെ കെട്ട് പൊട്ടിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ 25 അദബ് നമ്മൾ പരിശുദ്ധമായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്തു. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ ഖബൂലാക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്ക് അല്ലാഹ്. ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളോട് കരുണ ചെയ്യണേ അല്ലാഹ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് റബ്ബേ ഖൈർ നൽകുക അല്ലാഹ്. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റണേ അല്ലാഹ്. അല്ലാഹുവേ മകന്റെയും ഹസ്ബൻഡിന്റെയും ദേഷ്യം മാറാൻ, മുൻകോപം മാറാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു സഹോദരി ഏൽപ്പിച്ചു. അല്ലാഹുവേ റബ്ബേ വിവേകത്തോടുകൂടെ ചിന്തിക്കാനും മറ്റുമൊക്കെയായുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ മുൻകോപത്തിൽ റബ്ബേ നീ സമാധാനം കൊടുക്കുക അല്ലാഹ്. ആ കുടുംബത്തിന്റെ സന്തോഷം നീ നിലനിർത്തണേ അല്ലാഹ്. ഭർത്താവിന് കിട്ടാനുള്ള തുക തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഒരു സഹോദരി പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. അർഹതപ്പെട്ടത് കിട്ടേണ്ട പലരും ദുആ ഇറക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അത് വാങ്ങിയ
ആളുകൾക്ക് കൊടുക്കേണ്ടവരാരോ അവർക്ക് കൊടുക്കാനുള്ള മനസ്സ് തോന്നിക്കണേ അല്ലാ. സുഖമില്ലാത്ത ഹാർട്ട് പേഷ്യന്റായ പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ അദ്ദേഹത്തിന്റെ മകളെ ഏൽപ്പിച്ചിട്ടുണ്ട് പ്രത്യേകം. അല്ലാഹുവേ നീ ശിഫാ നൽകണേ അല്ലാ, ശിഫാ നൽകണേ അല്ലാ. കടബാധ്യതകൾ വീട്ടിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. മരണപ്പെട്ടവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണേ റഹ്മാനേ. ربنا ارحمهم كما ربونا صغارا بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.